ഹലോ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് കട്ടൻ ചായയിൽ ഈ രണ്ട് സാധനങ്ങൾ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറയാനും നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ ഒരു ചെറിയ സ്പൂണിൽ 3 ടീസ്പൂണോളം ചായപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട 2 ഇൻഗ്രീഡിയൻസിൽ ഒന്നാമത്തെയാണ് കരിഞ്ജീരകം. അപ്പോൾ കരിഞ്ജീരകം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ മുടികൾ കിളിർക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി അതേ അളവിൽ, അതായത് 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഉലുവയും കൂടി എടുക്കാം. കരിഞ്ജീരകവും ഉലുവയും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് രണ്ടും നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു മാജിക് ആയിട്ട് തന്നെയാണ് നമുക്ക് മുടിക്ക് ഉണ്ടാവുക. നന്നായിട്ട് മുടി കൊഴിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവയും. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഒരു 2-3 തവണയെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ബൗളുണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു ഉലുവയും അതേപോലെ തന്നെ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് വെള്ളമാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളത്തോളം എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവായാലും നമ്മുടെ മുടിയുടെ ലെങ്ത്തിന് അതേപോലെ തന്നെ തിക്കിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചിട്ടായാലും എടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിനെ വറ്റിച്ചെടുക്കാനാണ് വേണ്ടത്. അപ്പോൾ ഒരു കപ്പ് എന്നുള്ളത് ഏകദേശം ഒരു 1/2 കപ്പോളം ആവുന്ന വരെ ഇതേപോലെ നമ്മൾ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ 1.5 ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3/4 ഗ്ലാസ് ആവുന്ന വരെ ഇതേപോലെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ കുറുക്കിയെടുക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് വരും. ചായപ്പൊടിയുടെ ആയാലും അതേപോലെ തന്നെ ഉലുവ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഈ ഒരു കൂട്ടിലേക്ക് വരും. അപ്പോൾ ഇത് വറ്റിച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കാം. ഇനി നമുക്കിതിന് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് ഇത് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതെ, നന്നായിട്ട് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് ഒരു അരിപ്പ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ടായാലും ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം. നേരത്തെ ഇത് അരിച്ചെടുക്കണ സമയത്ത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആവണക്കെണ്ണയാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ആവണക്കെണ്ണ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഉള്ളതെങ്കിൽ അത് നമുക്കൊരു 2 എണ്ണമെങ്കിലും ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ പാക്കൊക്കെ തയ്യാറാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇതേപോലെ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടോണറായിട്ടായാലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ മുടിയിലെ ജടയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ നല്ല പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് കളയാം. ഒരിക്കലും ജടയുള്ള മുടിയിൽ നമ്മൾ വീണ്ടും പാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഒന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ. അത് കൂടുതലും നമ്മുടെ മുടിയെ ജടയുള്ളതാക്കാനും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും മുടി വേരോടൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം നമ്മളതിൽ ഓയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ മേലെ ഒരു സൈഡിൽ മാത്രമായിട്ട് തങ്ങിക്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ സ്കാൽപ്പ് ഓരോ സെക്ഷനാക്കി എടുത്ത് കൊടുത്തിട്ട് ഈ ഒരു പാക്ക് നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഈ ഒരു പാക്ക് കുറച്ചിങ്ങനെ ലിക്വിഡ് പോലെ ആയതുകൊണ്ട് തന്നെ നെറ്റിയിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചായയുടെ കറ ആ ഒരു ഡ്രസ്സിലായിട്ട് പിന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 30 മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ. നീരിറക്കം ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മിനിമം ഈ ഒരു പാക്ക് ഒന്ന് വെക്കുക. എന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ചെറിയ രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വേണ്ട, ഒരു 2 മിനിറ്റ് നേരമെങ്കിലും എല്ലാ സ്ഥലത്തേക്കും ഈ ഒരു പാക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദേ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ മുടിയുടെ ലെങ്ത്തിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ മുടി ഒന്ന് കെട്ടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് നേരെങ്കിലും ഒന്ന് കെട്ടി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഒന്ന് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. നമ്മുടെ മുടിയെ ഭയങ്കര ഡ്രൈ ആക്കിയിട്ടിരിക്കുകയോ എന്നാൽ അധികം ഓയിലി ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയല്ല. ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ ഓയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടി പോകുന്ന പ്രശ്നമില്ല അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്ന അടിപൊളി ആയിട്ടുള്ള പാക്കാണിത്. ഇത് നമുക്ക് തയ്യാറാക്കിയിട്ട് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ലൊരു ടോണറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും മറക്കാതെ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക.